ബി.ജെ.പിക്കാർക്കും സംഘപരിവാർ സംഘടനകൾക്കും ചുവന്ന നിറം കണ്ടാൽ തന്നെ ഈ ചുവന്ന തുണി കണ്ട കാളയുടെ അവസ്ഥയാണെന്ന് പറയും. കാരണം അവർക്ക് ചുവപ്പിനോട് അത്രമാത്രം അലർജിയാണ്. അതും പ്രത്യേകിച്ച് ചുവന്ന കൊടിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ശത്രുവിനെ പോലെയാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് പ്രത്യേകിച്ചും അവർ കളിയാക്കാറുണ്ട്. കാരണം കേരളം കഴിഞ്ഞാൽ ഇത് പിന്നെ ആകെ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം കാണുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞ് ഈ ബി.ജെ.പിക്കാരും ഈ സംഘപരിവാറുകാരും കളിയാക്കാറുണ്ട്. അങ്ങനെയുള്ള പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ പാർട്ടിയുടെ നേതാവായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലാണ്. ആ ചൈനയുടെ പ്രസിഡൻറ്റുമായി ഇന്നൊരു ബൈലാറ്ററൽ ടോക്സ് നടത്താൻ വേണ്ടി ചൈനയിലേക്ക് പോയിരിക്കുന്നു എന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. കാരണം ചൈനക്കാരോട് ഇങ്ങനെ പെട്ടെന്നൊരു സ്നേഹം തോന്നാൻ എന്താ നരേന്ദ്രമോദിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പെട്ടെന്ന് ബി.ജെ.പിക്കും തോന്നിയത് എന്നൊരു സംശയം തോന്നിയാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സി ജിൻപിങ് ആണ് അവിടുത്തെ പ്രസിഡന്റ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമോന്നത നേതാവാണ് ആ രാജ്യത്തിൻ്റെ. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നത് ആദ്യമായിട്ടല്ല. 2015 മെയ് മാസത്തിലും അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം ചൈന സന്ദർശിച്ചിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത് ഇപ്പോൾ പോയിരിക്കുന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഒരു സമ്മിറ്റിൽ പങ്കെടുക്കാൻ കൂടിയാണ് അവിടെ ചെന്നിരിക്കുന്നത്. ഏതാണ്ട് ചൈനീസ് പ്രസിഡൻറ്റുമായിട്ട് ഒരു മണിക്കൂറിൽ താഴെ രണ്ട് നേതാക്കളും പല കാര്യങ്ങളും സംസാരിച്ചു. ഇന്ത്യയും ചൈനയും തമ്മിൽ ഭാവിയിൽ രൂപപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിച്ചത് അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ ഒരു ക്ഷണപ്രകാരമാണ്. അത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മിറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതോടുകൂടി തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു ബൈലാറ്ററൽ ടോക്സ് നടന്നു. കാരണം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിനെ പറ്റി സംസാരിക്കുക, മറ്റു വിഷയങ്ങളും അതിൻ്റെ കൂടെ സംസാരിച്ച് കാണും. അതിൻ്റെ വിശദ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കച്ചവട സാധ്യതകളെപ്പറ്റി ചർച്ച ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്താണിപ്പോൾ ഇന്ത്യക്ക് പ്രത്യേകിച്ച് ചൈനയുമായുള്ള ഒരു വ്യാപാരത്തിൽ താല്പര്യം എന്നുള്ളതിന് കൗതുകരമായൊരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം, പ്രത്യേകിച്ചും ഈ നരേന്ദ്രമോദി ബി.ജെ.പി അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ പ്രചരിച്ച ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. എന്താണതെന്ന് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് സംഘപരിവാറും ബി.ജെ.പിയൊക്കെ ഈ ചൈനീസ് പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കരുത്, അതെല്ലാം എല്ലാം ഉപേക്ഷിക്കണം, ഒരു ചൈനീസ് പ്രൊഡക്റ്റ് വാങ്ങിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വൻതോതിലുള്ള ഒരു പ്രചാരം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ മുഴുവൻ തന്നെ അത് ബഹിഷ്കരിക്കണം. ചൈന പ്രൊഡക്റ്റുകളെല്ലാം അത് ക്വാളിറ്റി ഇല്ലാത്തതാണ്, അത് നമ്മളെ വഞ്ചിക്കാനുള്ളതാണ്, അത് നമ്മുടെ ഇന്ത്യ മേക്ക് എന്നുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ സംഘപരിവാർ സംഘടനകൾ അഴിച്ചുവിട്ടതായത്. ഇപ്പോൾ പെട്ടെന്ന് എന്താണ് ചൈനയുമായിട്ട് ഒരു സ്നേഹം എന്നുള്ളത് വരുമ്പോഴാണ് വളരെ കൗതുകകരമായ ആ ഒരു നിഗമനത്തിലേക്ക് എന്തുകൊണ്ട് എന്ന ചോദ്യം വരുന്നത്. അതിനൊരു കാരണമുണ്ട്. അമേരിക്ക ട്രംപ് ബായി ആയിരുന്നു മോദിയും ട്രംപും തമ്മിൽ. അത് നമുക്കറിയാം. അമേരിക്കയിലൊക്കെ പോയി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഈ അടുത്ത കാലത്താണ് പാകിസ്ഥാനുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് ട്രംപ് ഞാൻ പറഞ്ഞിട്ടാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം അവസാനിപ്പിച്ചെന്ന് പറയുന്നു. അതേ തുടർന്നാണോ എന്നറിയില്ല, ട്രംപ് ഇന്ത്യയുടെ മേലിൽ ഇവിടെ നിന്ന് അയക്കുന്ന സാധനങ്ങൾക്കൊക്കെ 25% അധിക തിരിവ് ചുമത്തുന്നു. അതോടുകൂടി ഇവിടെ നിന്നുള്ള എക്സ്പോർട്ടുകളിലൊക്കെ തന്നെ ഏതാണ്ട് നിലച്ച മട്ടായി. ഒരു വർഷം ഏതാണ്ട് $131 ബില്യൺ വ്യാപാരമാണ് അമേരിക്കയുമായിട്ട് നടത്തുന്നത്. അത് ഏതാണ്ട് $87 ബില്യൺ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയാണ്. അവിടെ നിന്ന് ഏതാണ്ട് പകുതി മാത്രമാണ്, ഏതാണ്ട് ഒരു 45 ബില്യൺ മാത്രമാണ് ഇറക്കുമതി നമ്മൾ നടത്തുന്നത്. അപ്പോഴും നമുക്ക് ഏതാണ്ട് ഒരു $42 ബില്യൺ അമേരിക്കയിൽ നിന്ന് എല്ലാ വർഷവും ഇന്ത്യയിലേക്ക് ഒഴുകിയിരുന്നു. അത് നമ്മുടെ ഈ രാജ്യത്ത് കാണുന്ന, ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ കിറ്റക്സ് അടക്കമുള്ള കമ്പനികൾ അതിനകത്ത് പെടും. നിറയെ കമ്പനികൾ, സമുദ്രോൽപ്പന്നങ്ങൾ, വജ്ര ആഭരണങ്ങൾ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, അങ്ങനെ നിരവധി കൊച്ചു കൊച്ചു ഇടത്തരം സ്ഥാപനങ്ങളുടെ എല്ലാം ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ എല്ലാം ഒരു നിലനിൽപ്പാണ്.
അതാണ് പെട്ടെന്ന് ഇല്ലാതെ വന്നത്. അപ്പോൾ അവിടെയെല്ലാം വലിയ തോതിലുള്ള ഒരു പ്രൊഡക്ഷൻ നമ്മുടെ രാജ്യത്തെ ബാധിക്കും, അത് രാജ്യത്തെ വരുമാനത്തെ ബാധിക്കും, എക്കണോമിയെ ബാധിക്കും എന്നൊരു തിരിച്ചറിവ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഒരു മേഖല കണ്ടെത്തണം, ഒരു രാജ്യത്തെ കണ്ടെത്തണം. അതിനെവിടെ പോകും? അപ്പോഴാണ് നമ്മൾ ഈ വെറുതെ ഒന്ന് ആലോചിക്കുന്നത്. നമ്മുടെ പ്രധാന വ്യാപാരം എന്നൊക്കെ പറയുന്നത് അമേരിക്കയായിട്ടാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ യൂറോപ്യൻ കൺട്രീസിലാണ് ഏതാണ്ട് $113 ബില്യൺ വ്യാപാരം നടത്തുന്നത് യൂറോപ്യൻ കൺട്രീസാണ്. അത് പക്ഷേ അതിൽ തന്നെ $65 ബില്യൺ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണ്, അവിടെ നിന്ന് 48 ഇമ്പോർട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു സർപ്ലസ് ഉണ്ട്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസും നമുക്കൊരു സാധ്യതയുള്ള ഏരിയയാണ്. അത് പ്രധാനമന്ത്രി അതിൻ്റെ ഒരു ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കുറേ കൂടി അവിടേക്ക് എക്സ്പോർട്ട് വർദ്ധിപ്പിച്ചാൽ നമുക്ക് സാധ്യത. പിന്നെയുള്ളത് റഷ്യയാണ്. റഷ്യയിൽ ഏതാണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം $68 ബില്യൺ മൊത്തം വ്യാപാരം നടത്തുന്നതിലും $63 ബില്യൺ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ്. വെറും $5 ബില്യൺ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അങ്ങോട്ട് അയക്കുന്നത്. ഡിഫറൻസാണ്. അപ്പോൾ അങ്ങോട്ട് പണം കൊടുക്കണം. നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണെന്ന് പറയുമ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടേക്ക് സാധനങ്ങൾ അയക്കാനുള്ള വേറൊരർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ചെരുപ്പ് ഉപയോഗിക്കാത്ത നാട്ടിൽ ചെരുപ്പ് കച്ചവടം കൂടുതൽ നടക്കുന്നുള്ളൊരു എക്കണോമി ഉണ്ട്. അതനുസരിച്ചിട്ട് അവിടേക്കുള്ള എക്സ്പോർട്ട് കുറവാണെങ്കിൽ നമുക്ക് കൂടുതൽ സാധനങ്ങൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സാധ്യത നമുക്ക് റഷ്യയായിട്ട് അടുത്താൽ, അത് തന്നെ ചൈനയിലേക്ക് നരേന്ദ്രമോദി പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജപ്പാനും റഷ്യയും നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചൈനയുടെ കാര്യം നമ്മളെടുത്താൽ, ഇപ്പോൾ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ഈ ചൈനയോട് ബായി ഇപ്പോൾ തോന്നാനുള്ള കാരണം എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയൊരു സത്യമുണ്ട് അവിടെ. എന്താണെന്ന് വെച്ചാൽ $128 ബില്യൺ ടോട്ടൽ ബിസിനസ്സാണ് ചൈനയായിട്ട് നടത്തുന്നത്. അതിലെ $114 ബില്യൺ നമ്മളവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനമാണ്. നമുക്കത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എവിടെ നോക്കിയാലും ചൈനയുടെ സാധനങ്ങൾ നമുക്ക് കാണാൻ കിട്ടും. ഇത് ചൈനയാണോ എന്ന് നമ്മൾ ചോദിക്കും. എന്തൊരു ഇലക്ട്രോണിക്സ് സാധനം വാങ്ങിയാലും ശരി, എന്തൊരു കളിക്കോപ്പ് വാങ്ങിയാലും ശരി, ചൈനയുടെ സാധനങ്ങളില്ലാത്ത ഒരു സാധനവും നമുക്കിവിടെ ഇന്ത്യയിൽ ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് ഇനി നമ്മൾ ഇവിടുന്ന് എന്തയക്കാനാണ്? അവിടെ പോയിട്ട് എന്ത് വ്യാപാര സാധ്യതയാണ് നമുക്ക് കിട്ടുക എന്നുള്ളൊരു ചോദ്യം ഇതിൻ്റെ വിമർശനം നടത്തുന്നവർ ചോദിക്കുന്നുണ്ട്. അതിൽ ഒരു യാഥാർത്ഥ്യമില്ലാട്ടോ. ആകെ നമുക്ക് $14 ബില്യൺ മാത്രമാണ് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ ഇനി അവിടേക്ക് എന്ത് സാധനമാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് അയക്കുക? എന്താണ് ചൈനയിൽ വിലക്കുറവുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് അയക്കാൻ പറ്റുക എന്ന് മാത്രമല്ല, അവിടുത്തെ ചൈനക്കാരുടെ പർച്ചേസിങ് പവറും താരതമ്യേന അതനുസരിച്ചിട്ട് കുറവാണ് പോലും. അവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വളരെ കുറവാണ്. കാരണം ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഫാക്ടറിയാണ് ചൈന. ആ ചൈനയിലേക്ക് ഇനി നമ്മൾ പോയിട്ട് എന്തെങ്കിലും വ്യാപാര സാധ്യത അവിടെ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ആകെ കിട്ടാവുന്നത് നമുക്ക് ചൈനയിൽ നിന്ന് ഏത് നിമിഷവും നമ്മുടെ എന്തെങ്കിലും യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടാൻ വഴിയുണ്ട്. അത് രണ്ട് ഭരണാധികാരികളും സംസാരിച്ച് ഒരു മഞ്ഞുരുകൽ നടത്തിയാൽ അത് ഭാവിയിൽ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൂടായികയില്ല എന്നതല്ലാതെ സാമ്പത്തികമായിട്ടോ എക്കണോമിക്കലിയോ അല്ലെങ്കിൽ വ്യാപാരത്തിലോ വലിയൊരു മെച്ചമുണ്ടാക്കാൻ പറ്റുമെന്നുള്ള തോന്നൽ എന്തായാലും അതില്ല. പക്ഷെ നമുക്ക് ട്രംപിനെ പറഞ്ഞൊന്ന് ഭീഷണിപ്പെടുത്താം. എന്താണ്, ലോകത്തിലെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ള 2 രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിലായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ആർക്ക് ഭീഷണിയായിരിക്കും? ട്രംപിനൊരു ഭീഷണിയായിരിക്കും. ഇപ്പം ലോകക്രമം നിശ്ചയിക്കുന്നത് ട്രംപാണ്, അമേരിക്കയാണ്. കാരണം റഷ്യയുടെ പതനത്തിന് ശേഷം, കാരണം റഷ്യ ഒന്നും അല്ലാതായി തീർന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലിരുന്ന റഷ്യ ഒരു വലിയ ശക്തി അല്ലാതായി കഴിഞ്ഞപ്പോൾ ട്രംപ് ഇപ്പോൾ ഒരു ഏകാധിപതിയെ പോലെ ലോകം മുഴുവൻ ഭരിക്കാൻ നടക്കുകയാണ്. അയാൾ പറഞ്ഞ പോലെ ഈ ലോകം കറങ്ങണം എന്ന് പറയുമ്പോൾ, ലോകം മൊത്തം കറങ്ങണം എന്ന് പറയുമ്പോൾ, അതല്ലാതെ ഈ ഏഷ്യൻ വൻകരയിൽ നിന്ന് ഒരു ജപ്പാനും ചൈനയും ഇന്ത്യയും ഒരുമിച്ചാൽ, ഒരു റഷ്യയും ഒന്നിച്ചാൽ ഒരു പക്ഷേ ട്രംപ് പറയ്ക്കും. ആ ഒരു ഉദ്ദേശം ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ ഉള്ളിലുണ്ടാവാം. ഒരു മാനസികമായ ഒരു ഷോക്ക് ട്രംപിന് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം സൂത്രശാലിയായ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. മോർ ദാൻ എ ട്രേഡ്, ഒരു സ്വപ്നത്തിനേക്കാൾ കൂടുതൽ, എന്തെങ്കിലും വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ട്രംപിനുള്ളൊരു മറുപടി. കാരണം ഒരു കാലത്ത് US ഭയപ്പെട്ടിരുന്നത്
ഈ ചൈനയാണ് ഈ ഏറ്റവും വലിയൊരു എതിരാളിയായി കണ്ടിരുന്നത്. ആ എതിരാളിയെ മെരുക്കാൻ വേണ്ടി പാകിസ്ഥാനെയും ഇന്ത്യയെയും എല്ലാം കൂടെ നിർത്തിയിരുന്നു. ഒരേ സമയം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ശത്രുക്കളാണെങ്കിലും ഈ രണ്ട് പേരെയും US ഒരുപോലെ കണ്ടിരുന്നു, US-ൻ്റെ മിത്രങ്ങളായി കണ്ടിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഇന്ത്യ അമേരിക്കയോടെ ഇടഞ്ഞ് എവിടെ പോകുന്നത്? ഈ ചൈനയുടെ കൂടെ പോകുന്നത്. അത് ഭാവിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യൂ എന്നുള്ളത് വരുന്ന ആളുകൾ നിശ്ചയിക്കേണ്ടതാണ്. ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഈ ചോപ്പ് കണ്ടാൽ ആകെ വിരളി ഇളകുന്ന ഈ സംഘപരിവാർ സംഘം ഇനി എന്ത് മറുപടി പറയും എന്നറിയില്ല. കാരണം തങ്ങളുടെ പ്രധാനമന്ത്രി കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റിനോട് വളരെ ബായി പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ഇന്ന് MA ബേബി വളരെ സ്വാഗതം ചെയ്തിരിക്കുന്നു. മാനവരാശിക്ക് ഗുണം ചെയ്യുന്ന രണ്ട് നേതാക്കളുടെ കൂടിച്ചേരൽ മാനവരാശിക്ക് മൊത്തം നല്ലത് വരുത്തട്ടെ എന്നുള്ള ഒരു ആശംസയും കൂടെ നമ്മുടെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ എങ്ങനെ കാണുന്നു എന്നുള്ളതും കൂടെ കമൻ്റായിട്ട് കുറിക്കുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നമസ്തേ.